നമസ്കാരം. പ്രധാന വാർത്തകൾ. അഗളിയിൽ LDFന് തിരിച്ചടി. കൂറുമാറിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. ലീഗ് പ്രവർത്തകരെ വാഹനം തടഞ്ഞ് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വധശ്രമത്തിന് കേസ്. കർണാടകയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കിയിട്ടില്ലെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. BJPയുടെ കാര്യത്തിൽ ഇല്ലാത്ത തിടുക്കം എന്തിനെന്നും ജോയ്. പെരിന്തൽമണ്ണയിൽ CPMൽ നിന്നും 50 പേർ കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി വിട്ടവരിൽ മുൻ കൗൺസിലറും. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് ഉപരോധം. വിവിധ മണ്ഡലങ്ങളിൽ പോസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തി. വാർത്തകൾ വിശദമായി. കൂറുമാറിയ അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് NK മഞ്ജു ബിനു രാജിവെച്ചു. കോൺഗ്രസ് അംഗമായിരുന്ന മഞ്ജു ഇടതുപക്ഷ പിന്തുണയോടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അഗളി പഞ്ചായത്തിലെ 20-ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച മഞ്ജു കൂറുമാറിയത് കോൺഗ്രസ് ക്യാമ്പിനെ നെട്ടിച്ചിരുന്നു. കോൺഗ്രസിന്റെ വിപ്പ് കൈപ്പറ്റിയ മഞ്ജു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു. അഗളി പഞ്ചായത്തിൽ UDFന് 10ഉം LDFന് 9ഉമാണ് കക്ഷിനില. ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച കൂറുമാറ്റത്തിനൊടുവിൽ തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുകയായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ എന്നാണ് രാജിക്കത്തിൽ. അതേസമയം താൻ കോൺഗ്രസുകാരിയാണെന്നും ഇടതുപക്ഷ പിന്തുണയോടെ പ്രസിഡന്റായിരിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ രാജിവെക്കുകയാണെന്നും മഞ്ജു പറഞ്ഞു. ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഇത്ര എനിക്ക് പറയാൻ. തെങ്കര ആനമൂളിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരെ വാഹനം തടഞ്ഞ് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. കേസിലെ 2ാം പ്രതി പാണക്കാടൻ ഫിറോസിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസ്. തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസം ഉണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് അടിപിടിയെന്ന് പോലീസ്. അറസ്റ്റിലായ ഫിറോസിനെ കൂടാതെ യാസിർ, പഞ്ചായത്ത് അംഗം റിഷാദ്, റിയാസ്, അബു താഹിർ, റാഷിദ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. വെള്ളിയാഴ്ച രാത്രി 10:30 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം. ആനമുളി വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ജുനൈസിന്റെ സഹോദരിയുടെ മകൻ 17-കാരനായ മുഹമ്മദ് യാസിനും ബന്ധുക്കളായ മുഹമ്മദ് ഫസീൻ, നബഹാൻ, അബ്ദുൾ റസീൻ എന്നിവർ സഞ്ചരിച്ചിരുന്ന കാർ പിന്തുടർന്നെത്തിയ പ്രതികൾ ചിറപ്പാടത്ത് തടഞ്ഞു നിർത്തി കാറിലുണ്ടായിരുന്ന മുഹമ്മദ് ഫസീനെ വലിച്ചിറക്കുകയായിരുന്നു. കല്ലുകൊണ്ട് കുത്തുന്നത് തടയാൻ ശ്രമിച്ച പരാതിക്കാരൻ യാസിന് നെഞ്ചിൽ കുത്തേറ്റു. ഫസീനെ പ്രതികളായ യാസിർ, ഫിറോസ്, റിഷാദ് എന്നിവർ ചേർന്ന് അടിക്കുകയും ചവിട്ടുകയും സോഡാക്കുപ്പി കൊണ്ട് എറിയുകയും ചെയ്തു. 4ഉം 5ഉം പ്രതികളായ റിഷാദ്, റിയാസ് എന്നിവരെ മുഹമ്മദ് നബഹാനെ മരപ്പല കൊണ്ട് അടിക്കുകയും അബ്ദുൾ റസീനെ പ്രതികൾ നിലത്ത് വലിച്ചഴക്കുകയും ചെയ്തുവെന്നാണ് കേസ്. വധശ്രമം, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തിരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിൽ UDF, LDF പ്രവർത്തകർ തമ്മിൽ ആനമൂളിയിൽ സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതിന് തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. കർണാടകയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കിയിട്ടില്ലെന്നും മതത്തിന്റെ പേരിൽ അവിടെ ആരും വേട്ടയാടപ്പെട്ടിട്ടില്ലെന്നും മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് പറഞ്ഞു. ഉത്തരേന്ത്യയിൽ BJP ശരിക്കും ബുൾഡോസർ രാജ് നടപ്പാക്കിയപ്പോൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും നേതാക്കൾക്കും കർണാടകയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര തിടുക്കമെന്നും ആദ്യം അവർ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്നും VS ജോയ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു VS ജോയ്. ഇല്ല, കർണാടകയിൽ നടന്നിട്ടുള്ളത് ബുൾഡോസർ രാജൊന്നുമല്ല. അവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു കുടിയൊഴിപ്പിക്കലാണ്. അതിന് വേണ്ട പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിദ്ധരാമയ്യ സർക്കാർ ഉറപ്പുവരുത്തും. ഒരു കാര്യത്തിലൊരു തർക്കവും വേണ്ട. മതത്തിന്റെ പേരിൽ ഒരു വേട്ടയാടലും കർണാടകയിൽ ഉണ്ടാവില്ല. അവിടെ ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. പിണറായി വിജയനും മന്ത്രിമാരും മൂക്കിന് താഴെ നടക്കുന്ന ഇത്തരത്തിലുള്ള നെറികേടുകൾക്കെതിരെ പറയാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദി ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ തെരുവുകളിൽ വലിയ ബുൾഡോസർ രാജ് നടത്തുമ്പോൾ അവിടെയൊന്നും സന്ദർശിക്കാതെ, അവിടെയൊന്നും ഒരു പ്രതിഷേധത്തിന്റെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ, അമിത്ഷായ്ക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ അവരുടെ വാക്ക് പോലും ഉച്ചരിക്കാനുള്ള ത്രാണി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നു, രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കർണാടകത്തിലെ ന്യൂനപക്ഷത്തിലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. തിരുവേഗപ്പുറ പാലത്തിലെ വിള്ളൽ. അറ്റകുറ്റപ്പണികൾക്കായി ജനുവരി 1 മുതൽ പാലം അടച്ചിടും. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം.
പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരുന്നു. പിന്നീട് ഹൈവേ റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ട് വരാനുണ്ടായ കാലതാമസം പ്രവൃത്തികൾ നീളാൻ ഇടയാക്കി. റിപ്പോർട്ട് ലഭ്യമായതോടെ അറ്റകുറ്റപ്പണികൾക്കുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിരുന്നു. തുടർന്നാണ് തിങ്കളാഴ്ച തിരുവേഗപ്പുറ ഇരുമ്പിളിയം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, മറ്റു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത്. അറ്റകുറ്റപ്പണികൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. പാലം പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ജനുവരി 1-ന് അർദ്ധരാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം 1 മാസത്തേക്ക് നിരോധിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനും യാത്രക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും യോഗത്തിൽ തീരുമാനമായതായി തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല, ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് എന്നിവർ പറഞ്ഞു. തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുമുടി ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ മീറ്റിംഗിൽ തീരുമാനമായിട്ടുള്ളത് ജനുവരി 1-ാം തീയതി അർദ്ധരാത്രി മുതൽ 1 മാസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിടാനാണ് തീരുമാനമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. വളരെ നല്ല രീതിയിൽ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 1 മാസത്തിന് മുന്നേ പണി കഴിയുകയാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. പാലം അടക്കലുമായി ബന്ധപ്പെട്ടിട്ട് മീറ്റിംഗിലായിരുന്നു. പാലം അടക്കല് നിർബന്ധമായിട്ടുണ്ട്. കാരണം അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വാഹനങ്ങൾ ജർക്കി ചെയ്യുന്നതിന് നമുക്ക് അടച്ചേ മതിയാകുള്ളൂ. 1 മാസമാണ് അവര് സമയം തന്നിട്ടുള്ളത്. ആ 1 മാസത്തിന്റെ ഉള്ളിൽ പണി തീർക്കണമെന്നാണ് യോഗം കൂടിയ തീരുമാനം. പിന്നെ മറ്റു വാഹനങ്ങൾ നടന്നു പോകുന്നവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താമെന്നും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുമെന്നും വാക്ക് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ഇരു പ്രദേശങ്ങളിലെയും യാത്രാ ദുരിതത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചു. കൈപ്പുറം വിളയൂർ റോഡ് അടച്ചിട്ടുള്ള പ്രവർത്തികൾ തുടങ്ങിയതും തിരുവേഗപ്പുറയിലൂടെയുള്ള യാത്രയ്ക്ക് ഇരട്ടി ദുരിതം സൃഷ്ടിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. കൊപ്പം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വിളയൂർ മൂർക്കനാട് പാലം വഴിയും പുലാമന്തോൾ വഴിയും പോകാനാണ് നിർദ്ദേശം. തിരിച്ചും ഈ വഴികൾ ഉപയോഗിക്കണം. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പുറമെ തിരുവേഗപ്പുറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP കേശവൻ, പൊതുമരാമത്ത് വകുപ്പ് പാലം പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ്, മഞ്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ, മറ്റുദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പെരിന്തൽമണ്ണ ഏലംകുളത്ത് 23 വയസ്സുള്ള ഷഹീന മോളാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. പ്രായം കണക്കിലെടുക്കുന്നില്ല. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഈ ചെറുപ്രായത്തിൽ തനിക്ക് ലഭിച്ച അവസരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും ഷഹീന മോൾ. ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും. എനിക്ക് നല്ലൊരു ഭരണസമിതി ഉണ്ട്, അവരെൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ നല്ലൊരു മുന്നണിയും കാര്യങ്ങളും ഉണ്ട്, അവരുടെയും കൂടെ ഞാനും എൻ്റെ കൂടെ ഇവരും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ഷഹീന മോളാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്. 2002 ജൂലൈ 25-നാണ് ഷഹീന മോളുടെ ജനനം. ഈ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വോട്ട് ചെയ്തത്. 10ാം വാർഡായ മലയങ്കാട് നിന്നും 309 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷഹീന മോൾ വിജയിച്ചത്. ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായപ്പോൾ ആ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് തെരഞ്ഞെടുത്തത് ഷഹീനയെ. ഈ ചെറുപ്രായത്തിൽ നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും നേതൃത്വം നൽകാൻ തനിക്ക് ലഭിച്ച അവസരം വിനിയോഗിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത്. പ്രായം എന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ മുന്നണി നമ്മൾ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ആ ദൗത്യം നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്ത് ഈ പ്രായത്തിൽ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ സ്ഥാനം ഏറ്റെടുത്തത്. തുടർന്നുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ സേവനത്തിന് ഒന്നും കൂടി ശ്രദ്ധ പുലർത്തും. പിന്നെയുള്ളത് 2020-24 UDF ഭരണം ഏലംകുളത്ത് കൊണ്ടുവന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് തുടർച്ചയ്ക്കാണ് ഞങ്ങൾ ആദ്യമായി മുൻഗണന കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഫസ്റ്റ് തീരുമാനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. കുന്നക്കാവിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപികയാണ് ഷഹീന മോൾ. ഭർത്താവ് ഷംസീർ വിദേശത്താണ്. 4 വയസ്സുള്ള ഇവാൻ ഹാദി മകനാണ്.
കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പെരിന്തൽമണ്ണ SNDP കോളേജ് NSS ക്യാമ്പിന്റെ സമാപന ചടങ്ങായിരുന്നു ഷഹീനയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി. 18 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ 10 സീറ്റുകളിൽ വിജയിച്ചാണ് UDF ഏലംകുളം പഞ്ചായത്ത് പിടിച്ചെടുത്തത്. 18ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലേക്ക് ഭാരതിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഭാരതിയുടെയും സക്കീർ മാസ്റ്റർ അടക്കമുള്ള മറ്റു പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെട്ട ഭരണസമിതി വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഏലംകുളത്ത് ഭരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. പറയാനുള്ളത് 40 കൊല്ലം CPIM ഭരിച്ചിട്ട് ഒരു നേട്ടം ഏലംകുളം പഞ്ചായത്തിൽ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 4 കൊല്ലം കൊണ്ട് ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ ഭരണ തുടർച്ച ഇനി മുകളിലും ഉണ്ടായിരിക്കും. ജനങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ജനങ്ങളുടെ ഭരണസമിതി ആയിരിക്കും ഞങ്ങളുടേത്. അതിന് പ്രസിഡന്റ് ചെറുപ്പാണെന്ന് നോക്കണ്ട, പ്രസിഡന്റിന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ഗവൺമെൻറ് സർവീസിലായിരിക്കുമ്പോഴും പഞ്ചായത്തിലെ തരത്തിലുള്ള വിവിധ പരിപാടികളിലൊക്കെ നമ്മൾ ഭാഗവാക്കായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ വരുന്നതിന് മുമ്പും ഒരു ജനപ്രതിനിധി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാര്യമായൊരു പ്രയാസമുള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല. ഒപ്പം പരിണതപ്രജ്ഞരായിട്ടുള്ള നല്ലൊരു ടീം ഈ UDF സംവിധാനത്തിലുള്ളത് നമുക്ക് വലിയൊരു കരുത്താണ്. കാരണം നല്ല നൂതന ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ നല്ല യങ് ടാർക്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അവർ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു ഔട്ട്കമ്മാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത 5 വർഷം നിലനിർത്താൻ കഴിയുന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തായിട്ടുള്ള ഡിവിഷനിൽ നിന്നുള്ള ഒരു പഞ്ചായത്തിൽ വന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പുതുമുഖങ്ങളെയും കഴിവുള്ള ആളുകളെയും മുന്നോട്ട് കൊണ്ടുവരിക എന്നതിൻ്റെ കൃത്യമായൊരു ഉദാഹരണം ഏലംകുളം പഞ്ചായത്തിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങളെല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിമാനപൂർവ്വം കാണുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏലംകുളം ഗ്രാമപഞ്ചായത്തിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള രീതിയിൽ ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വികസനത്തിൻ്റെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ കൂടെ കൃത്യമായി തന്നെ ഒരു ഡിവിഷൻ മെമ്പർ എന്ന രീതിയിൽ ഞാനുണ്ടാകും. ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പരിപൂർണമായ പിന്തുണ പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുന്നണിയുടെ ഭാഗത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കൃത്യമായി തന്നെ എത്തിക്കാനുള്ള ചുമതല ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ അമ്മിനിക്കട CPMൽ നിന്നും 50ഓളം പേർ കോൺഗ്രസിൽ ചേർന്നു. CPMന്റെ മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന കൃഷ്ണൻകുട്ടിയും കോൺഗ്രസിൽ ചേർന്നു. DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. CPMന്റെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കൃഷ്ണൻകുട്ടി, OP മുസ്തഫ എന്നിവരും അമ്മിനിക്കാട് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ യുവാക്കളും വനിതകളും അടക്കം 50ഓളം പേർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിൽ ചേർന്നവർക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നും അതിനു തെളിവാണ് പെരിന്തൽമണ്ണയിലെ CPMൽ നിന്നും ആളുകൾ കൂട്ടമായി കോൺഗ്രസിൽ ചേർന്നതെന്നും VS ജോയ് പറഞ്ഞു. തീർച്ചയായും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അത് തിരിച്ചറിഞ്ഞ് കുറേ ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കുന്ന, മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ എതിർത്തിരുന്നവരും കോൺഗ്രസിനെ വെറുത്തിരുന്നവരൊക്കെ കോൺഗ്രസിന്റെ പ്രസക്തി മനസ്സിലാക്കി ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമാണ്. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ മുൻ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ, കാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിരുന്ന മുസ്തഫാക്ക ഉൾപ്പെടെ അമ്മിനിക്കാട് ഭാഗത്തു നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരുൾപ്പെടെ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ തുടർന്നും കടന്നു വരും. ഏലംകുളം പഞ്ചായത്ത് ഉൾപ്പെടെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലാം തൂത്തുവാരിയാണ് ഞങ്ങൾ വിജയിച്ചത്. ആ വിജയത്തിൽ കരുത്തു പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, DCC ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ CK ഹാരിസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ,
മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി.കെ. രാജേന്ദ്രൻ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. മോഹൻദാസ്, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷെഫീഖ് ചക്കാലക്കൽ, സമ്മതമങ്കട കെ. ബഷീർ, ടി.കെ. സദക്ക തുടങ്ങിയവർ പങ്കെടുത്തു. CPM പാർട്ടിയെ മടുത്തതുകൊണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF ജനകീയ ഭരണസമിതികളെ ആകർഷിച്ചതുകൊണ്ടുമാണ് പാർട്ടിയിലേക്ക് കൂടുതൽ പേർ കടന്നു വന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി വി. ബാബുരാജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലും അതുപോലെ ഏലംകുളത്തൊക്കെ ഉണ്ടായ വിജയം ഇതുപോലെ കൃഷ്ണേട്ടനെ, തീയാടിയിൽ കൃഷ്ണേട്ടനെ പോലുള്ള ആളുകൾ മുൻ കൗൺസിലർമാരാണ് പാർട്ടിക്ക് സഹായിച്ചത്. സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുമ്പിൽ നിന്നത് ഈ CPM-നെ അവസാനത്തെ ആണിയടിച്ച ആളുകൾ CPM-ൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവരൊക്കെ ഈ പാർട്ടിയെ മടുത്തത് കൊണ്ടാണ്. പാർട്ടിയുടെ ദുർഭരണവും പാർട്ടി നേതാക്കന്മാർ ഒരു പിടി ആളുടെ കയ്യിലാണ് ഈ പാർട്ടി. അവരത് ഭരണം കഴിഞ്ഞ 30 വർഷമായി പെരിന്തൽമണ്ണയിലെ ഭരണമൊക്കെ പാർട്ടി നിയന്ത്രിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്ന് ജനങ്ങൾ ഒരു ജനകീയ ഭരണം ഇഷ്ടപ്പെട്ടാണ് UDF-നെ ഭരണം തിരിച്ചേൽപ്പിച്ചത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി ടീം UDF ആയി ഞങ്ങൾ ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ വിജയം ഇവിടുത്തെ നല്ല യഥാർത്ഥ സഖാക്കൾക്ക് വരെ ഞങ്ങളത് സമർപ്പിച്ചിട്ടുണ്ട്. ആ സഖാക്കളുടെ ഒക്കെ പിന്തുണയാണ് നാളെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൃഷ്ണേട്ടനെ പോലെയുള്ള നിരവധി ആളുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പെരിന്തൽമണ്ണയിലുണ്ട്. അത് വരുന്ന ആളുകൾ, നിങ്ങൾക്ക് പല ആളുകളും പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരിയിൽ ക്രാലി പാലത്തിന് സമീപമുള്ള കൃഷിയിടത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കൃഷിയിടത്തിലെ സോളാർ വൈദ്യുതി വേലിക്ക് സമീപത്താണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഞ്ഞിക്കോട്ടുപറമ്പിൽ രാമന്റെ പശുവാണ് ചത്തത്. ശനിയാഴ്ച മുതൽ പശുവിനെ കാണാനില്ലാതായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് രാമൻ പശുവിനെ മേയാനായി കൊണ്ടുപോയി. ഇടയ്ക്കെപ്പോഴോ പശുവിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും മുഴുവനായും പശുവിനെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് തിങ്കളാഴ്ച രാവിലെ ക്രാരിപ്പാലത്തിന് സമീപമുള്ള കൃഷിയിടത്തിലെ സോളാർ വൈദ്യുതി വേലിക്ക് സമീപം പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റായിരിക്കാം പശു ചത്തതെന്ന് സംശയവും ഉയരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് വെറ്റിനറി ഡോക്ടർ അറിയിച്ചു. സംഭവത്തിൽ രാമൻ പോലീസിലും പരാതി നൽകി. കൊടുവാളി കുടുംബ കൂട്ടായ്മയുടെ 10ാം വാർഷികവും 5ാം കുടുംബ സംഗമവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വ്യത്യസ്ത പരിപാടികളോടെ നടത്തും. മണ്ണാർക്കാട് ഫായിദ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കൾ രാത്രി 7 മുതൽ 10 വരെ കുന്തിപ്പുഴ ബിർച്ചസ് ട്രാഫിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റും കായിക മത്സരങ്ങളും നടക്കും. ചൊവ്വാഴ്ച ഫായിദ ടവറിൽ നടക്കുന്ന കുടുംബസംഗമം മുൻ MLA കളത്തിലെത്തുള്ള ഉദ്ഘാടനം ചെയ്യും. വിവിധ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാര സമർപ്പണവും മൈലാഞ്ചിയിടൽ, ചിത്രരചനാ മത്സരവും വൈജ്ഞാനിക വിനോദ കലാപരിപാടികളും ഇതോടനുബന്ധിച്ചുണ്ടാകും. മുൻ സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനിടം മുഖ്യപ്രഭാഷണം നടത്തും. വാർഡ് മെമ്പർ അനീസ് ഗസൻഫർ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സജന ടീച്ചർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. 1963 ജൂലൈ 16 അന്തരിച്ച കൊടുവാളി അഹമ്മദ് എന്ന ചായക്കാരൻ അഹമ്മദ് സാഹിബിൻ്റെ മക്കളും പേരമക്കളും സഹോദര പുത്രന്മാരും രൂപീകരിച്ച കൂട്ടായ്മയാണ് കൊടുവാളി കൂട്ടായ്മ. നാട് കുടുംബമായാണ് വ്യവസ്ഥിതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്ക് നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ പോലും തമ്മിൽ ബന്ധമില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് ചേരണമെന്നുള്ള ഒരു സ്ഥിതിയിൽ 2016 ഫെബ്രുവരി 16-ാം തീയതി ഒരു മീറ്റിംഗ് യോഗം കൂട്ടിച്ചേർത്തു. അതിൻ്റെ അധ്യക്ഷനായ അതിൽ പ്രസിഡന്റിനെ നമ്മുടെ കാരണവരായ ശംസുദ്ദീൻ കാക്കാനെ പ്രസിഡന്റായും പിന്നെ ജനറൽ സെക്രട്ടറിയായി അബ്ബാസ് പയ്യനത്തിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി ഷമീറിനെയും തെരഞ്ഞെടുത്തു. KS സമീർ, KV ശംസുദ്ദീൻ, അബ്ബാസ് കൊടുവാളി, KV മുഹമ്മദ് പ, KV സലാം, KS ഷഹീർ, സലീം പയ്യനടം, KS ജാഫർ, KV നൌഷാദ്, റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കുളക്കാട്ട് കുറിശ്ശിയിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി പാതയോര ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അശോക് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മണ്ണും മനുഷ്യനും എന്ന ആശയത്തിന്റെ ചുവട് പിടിച്ചാണ് പാതയോര ശുചീകരണം നടത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും അടങ്ങുന്ന സംഘം വിദ്യാർത്ഥികൾക്കൊപ്പം പങ്കുചേർന്നു. കുളക്കാട്ടുകുറിശി പുളിയക്കാട്ട് തെരുവ് റോഡിന്റെ ഇരുവശത്തുമുള്ള കാടുവെട്ടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ, PTA പ്രസിഡന്റ് കെ സജീവ് കുമാർ, NSS പ്രോഗ്രാം ഓഫീസർ ജെറീഷ് തോമസ്, ക്യാമ്പ് സംഘാടക സമിതി അംഗങ്ങളായ N ബാലസുബ്രഹ്മണ്യൻ, CT ഹരിലാൽ, TC രാധ, വിദ്യാർത്ഥി പ്രതിനിധികളായ ജഗന്നാഥ്, അസ്മിയ എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിനെതിരെ നെല്ലായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നെല്ലായ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ മൂസ പേങ്ങാട്ടരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KMK ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് N ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. നെല്ലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NP രാമകൃഷ്ണൻ, ബാബു എഴുവന്തല, മണ്ഡലം സെക്രട്ടറി അനീഫ, പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ മധു, നുഷൈബ, ഷംസുദ്ദീൻ MT, മണ്ഡലം വൈസ് പ്രസിഡന്റ് റസാഖ് എഴുവന്തല, മണ്ഡലം ട്രഷറർ മഹ്റൂബ്, ബ്ലോക്ക് സെക്രട്ടറി കളത്തിൽ നവാസ്, AT മുസ്തഫ, വേണു എളപ്പാംകോട്ട, ഹംസ മേലാളയിൽ, ഉമ്മർ നെല്ലായ, ബിജുകുമാർ പൊട്ടച്ചിറ, കാളി മാവുണ്ടരി, ചന്ദ്രപ്രഭ, ഇണ്ണീനിപ്പ, അരുൺ എഴുവന്തല, അലി കീഴാടയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. K രാജീവ് സ്വാഗതവും TK ബാബു എഴുവന്തല നന്ദിയും പറഞ്ഞു. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണയിൽ അദ്ഭുത കാഴ്ചകളാൽ വിസ്മയിപ്പിച്ച സ്പ്ലാഷ് കാർണിവലിന്റെ പ്രദർശനം ജനുവരി 4 വരെ മാത്രം. ദുബായിലും ചൈനയിലും തരംഗമായ കൃത്രിമ വെള്ളച്ചാട്ടവും കൈറോ വണ്ടർ സിറ്റിയും മിറാക്കിൾ ഗാർഡനും ഗോസ്റ്റ് ഹൗസുമൊക്കെ സ്പ്ലാഷ് കാർണിവലിന്റെ മുഖ്യ ആകർഷണമാണ്. അവരെയും ഒരുപോലെ ഉല്ലസിപ്പിച്ചു. ഫുഡും പിന്നെ ഗെയിംസ് ഒക്കെ നല്ല എൻജോയ് ചെയ്തു. വെള്ളച്ചാട്ടം നല്ലോണം ഉണ്ട്. എനിക്ക് ഗെയിംസ് ഭയങ്കര അടിപൊളി. ഗോസ്റ്റ് ഹൗസ് കയറി. വെക്കേഷൻ കാരണം ഫാമിലികളും അതുപോലെ പിന്നെ നാട്ടുകാരുമൊക്കെ വളരെ ആസ്വദിച്ച് കാണുന്നു. പെട്ടെന്ന് ആ നല്ല വെള്ളച്ചാട്ടം നല്ല അടിപൊളിയാണ്. കുട്ടികൾക്ക് ആസ്വാദകരമായിട്ട് സംഗതിയാണ്. വലിയ കുഴപ്പമില്ല. ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുന്നു. അതിൽ കയറി വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടം നന്നായിട്ടുണ്ടത്. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സൂപ്പറാ.
വെള്ളച്ചാട്ടം, ഊഞ്ഞാല്, എല്ലാ പരിപാടിയുണ്ട്. കാർണിവലിന്റെ ഭാഗമായുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും ഫുഡ് കോർട്ടുകളിലുമെല്ലാം നിരവധി പേർ പെരിന്തൽമണ്ണക്കാർ ആഘോഷമാക്കിയ സ്പ്ലാഷ് കാർണിവൽ ജനുവരി 4 സമാപിക്കും. കടമ്പുഴപ്പുറം പുലാപ്പറ്റ ചെറുനാലുശ്ശേരിക്കാവിൽ മണ്ഡല താലപ്പൊലി വിവിധ പരിപാടികളോടെ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ക്ഷേത്രം മേൽശാന്തി കുളങ്കര ഗംഗാധരൻ നായർ നേതൃത്വം വഹിച്ചു. രാവിലെ ഉഷപൂജയോടെയാണ് താലപ്പൊലിക്ക് തുടക്കം കുറിച്ചത്. താരികാവതം പാട്ട്, തായമ്പക, താലം പൂജ, തിരിച്ചെഴുന്നള്ളിപ്പ്, താലം നിരത്തൽ, ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായ കുതിരവട്ടം സ്വരൂപം കുടുംബാംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്കാരും നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകൾക്ക് എത്തിയത്. ഒറ്റപ്പാലം ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല താലപ്പൊലി നിറമാല ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വർണ്ണവിസ്മയ ദീപം സമർപ്പണം ഭക്തിസാന്ദ്രമായി. നാഗസ്വരം, താലമെഴുന്നള്ളിപ്പ്, ഗാനമേള എന്നിവയും ഉണ്ടായി. കടമ്പുഴിപ്പുറം കൊല്ലിയാനി അനശ്വര വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 19ാമത് വാർഷിക ആഘോഷം സിനിമാ താരം ഷാജു ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. കടമ്പുഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി പിഷാജി, പ്രസിഡന്റ് K വിജയൻ, P ബാല, K സന്തോഷ്, വിനയൻ MC, ശങ്കരൻകുട്ടി, P ഷീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. അഗളിയിൽ LDFന് തിരിച്ചടി. കൂറുമാറിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. ലീഗ് പ്രവർത്തകരെ വാഹനം തടഞ്ഞ് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വധശ്രമത്തിന് കേസ്. കർണാടകയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കിയിട്ടില്ലെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. BJPയുടെ കാര്യത്തിൽ ഇല്ലാത്ത തിടുക്കം എന്തിനെന്നും ജോയ്. പെരിന്തൽമണ്ണയിൽ CPMൽ നിന്നും 50 പേർ കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി വിട്ടവരിൽ മുൻ കൗൺസിലറും. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ പോസ്റ്റ് ഓഫീസ് ഉപരോധം. വിവിധ മണ്ഡലങ്ങളിൽ പോസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.